ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അവാമി ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ രമേശ് ചന്ദ്ര സെൻ ജയിലിൽ മരിച്ച നിലയിലെന്ന വാർത്ത ഞെട്ടലോടെയാണ് പുറം ലോകം അറിഞ്ഞത്. ഹിന്ദു നേതാവായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സംശയങ്ങളും ഇവിടെ ഉയരുന്നുണ്ട്. അദ്ദേഹത്തെ ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് വൃത്തങ്ങൾ പറയുന്നത്. ബംഗ്ലാദേശ് പൊതു തിരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് സംഭവം നടന്നത് എന്ന കാര്യമാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിൽ മന്ത്രിയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ മരണമെന്നാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ അറിയിക്കുന്നത്. എന്നാലും അവിടെ ചില സംശയങ്ങൾ നിഴലിക്കുന്നുമുണ്ട്. ഫെബ്രുവരി 12-നാണ് ബംഗ്ലാദേശിൽ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. രമേശ് ചന്ദ്ര സെൻ ദിനാജ്പൂരിലെ ജില്ലാ ജയിലിൽ കസ്റ്റഡിയിൽ കഴിയുകയായിരുന്നു. അവാമി ലീഗിന്റെ മുതിർന്ന നേതാവായിരുന്നു സെൻ. താക്കൂർഗാവ് 1 മണ്ഡലത്തിൽ നിന്നും 5 തവണ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹം 2009 മുതൽ 2014 വരെ രാജ്യത്തിന്റെ ജലവിഭവ മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഹസീനയെ പുറത്താക്കിയ ശേഷം 2024 ഓഗസ്റ്റിലാണ് രമേശ് ചന്ദ്ര സെന്നിനെ ജയിലിൽ അടച്ചിരുന്നത്. ഫെബ്രുവരി 12-ന് നടക്കാനിരിക്കുന്ന രാജ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹത്തിന്റെ മരണമെന്നത് എടുത്തു പറയേണ്ടതുണ്ട്. തടവിലാക്കപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയും കസ്റ്റഡി അനാസ്ഥയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ വീണ്ടും ഉയരുകയും ചെയ്യുകയാണ്. ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശ് അവാമി ലീഗ് സെൻട്രൽ കമ്മിറ്റിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി ഷാഫിയുൾ ആലം ചൗധരി നദേൽ അശ്രദ്ധ ആരോപിച്ച് യൂനസിനെ വിമർശിച്ചുകൊണ്ട് എക്സിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. രമേശ് ചന്ദ്ര സെൻ ഒരു അധ്യാപകനിൽ നിന്നും ഒരു രാഷ്ട്രീയക്കാരനും പൊതുപ്രതിനിധിയുമായി 5 തവണ MP-യും മുൻ മന്ത്രിയുമായ ഈ വൃദ്ധനും രോഗിയുമായ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത കൈകൾ കെട്ടി കൊണ്ടുപോയി. വൈദ്യചികിത്സയുടെ അഭാവം മൂലം അദ്ദേഹം ഇപ്പോൾ ദിനാജ്പൂർ ജയിലിൽ അന്തരിച്ചു. യൂനസ്, നിങ്ങൾ ഇതിന് ഉത്തരം നൽകണം. ബംഗ്ലാദേശ് സ്റ്റുഡൻസ് ലീഗ് പ്രസിഡന്റ് സദ്ദാം ഹുസൈനും മെഡിക്കൽ അവഗണന അവകാശപ്പെട്ടു. 18 മാസം മുൻപ് ഈ ബഹുമാന്യനായ വൃദ്ധ നേതാവിനെ BNP ജമാഅത്ത് ജനക്കൂട്ടം ആക്രമിക്കുകയും അപമാനിക്കുകയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. പ്രത്യേക കുറ്റങ്ങളൊന്നുമില്ലാതെ തടങ്കലിൽ വയ്ക്കുന്നത് തുടരുന്നതിന് ന്യായീകരിക്കാൻ വ്യാജവും കെട്ടിച്ചമച്ചതുമായ കേസുകൾ ഒന്നിനു പിറകെ ഒന്നായി അദ്ദേഹത്തിന് മേൽ ചുമത്തിയെന്നുമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യം വഷളായിട്ടും അദ്ദേഹത്തിന് മനഃപൂർവ്വം ജാമ്യം നിഷേധിക്കുകയും കുറഞ്ഞ വൈദ്യ ചികിത്സ നിഷേധിക്കുകയും അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്തു. 86 വയസ്സുള്ളപ്പോൾ ശ്രീ രമേശ് ചന്ദ്ര സെന്നിനെ 1.5 വർഷത്തേക്ക് വിചാരണ കൂടാതെയും ശരിയായ വൈദ്യസഹായം കൂടാതെയും തടവിൽ പാർപ്പിച്ചു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. മനുഷ്യത്വത്തിനു പകരം ക്രൂരതയും നിയമവാഴ്ചയ്ക്ക് പകരം അടിച്ചമർത്തലും തിരഞ്ഞെടുത്ത നിയമവിരുദ്ധവും കൊലപാതകപരവുമായ ഫാസിസ്റ്റ് യൂനസ് ഭരണകൂടത്തിന്റെ കീഴിലാണ് ഇത് സംഭവിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമായി പറയുകയാണ്. കസ്റ്റഡിയിലുള്ള മറ്റ് അവാമി ലീഗ് രാഷ്ട്രീയക്കാരെ കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു. INO സാലിഷ് കേന്ദ്രപ്രകാരം 2025-ൽ മാത്രം കുറഞ്ഞത് 107 തടവുകാരെങ്കിലും കസ്റ്റഡിയിൽ മരിച്ചു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. അവരിൽ ഭൂരിഭാഗവും അവാമി ലീഗിന്റെ നേതാക്കളും പ്രവർത്തകരുമാണ്. മിക്കവാറും എല്ലാ കേസുകളിലും അധികാരികൾ ഹൃദയാഘാതം അല്ലെങ്കിൽ പെട്ടെന്നുള്ള അസുഖം പോലുള്ള കാരണങ്ങൾ അശ്രദ്ധമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വ്യക്തമായ നിയമവ്യവസ്ഥകൾ ഉണ്ടായിരുന്നിട്ടും ഈ നിയമവിരുദ്ധ സർക്കാർ ഒരു കസ്റ്റഡി മരണം പോലും ശരിയായി അന്വേഷിച്ചിട്ടില്ല എന്നതും അദ്ദേഹം വ്യക്തമാക്കുന്നു. മാത്രമല്ല, രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ ജയിലുകളെ നിശബ്ദ ആയുധമാക്കി ഉപയോഗിക്കുന്നുവെന്ന് സെന്നിന്റെ മരണം വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും ബംഗ്ലാദേശ് അവാമി ലീഗ് ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സെന്നിന് നൂതന വൈദ്യസഹായം നൽകിയിട്ടില്ലെന്ന് അവർ ആരോപിച്ചു. അറസ്റ്റിന് ശേഷമുള്ള പീഡനം, മതിയായ വൈദ്യ ചികിത്സ നിഷേധിക്കൽ, ആരോഗ്യത്തിലെ പെട്ടെന്നുള്ള വഷളാകൽ, മിനിറ്റുകൾക്കുള്ളിൽ മരണം പ്രഖ്യാപിക്കൽ എന്നിവയെല്ലാം ഒരുമിച്ചൊരു അസ്വസ്ഥമായ ചോദ്യം ഉയർത്തുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു അപകടമായിരുന്നോ അതോ രാഷ്ട്രീയ പ്രതികാരത്തിന്റെ തുടർച്ചയായ രീതിയിലെ മറ്റൊരു അധ്യായമായിരുന്നോ എന്നും അവാമി ലീഗ് ചോദിക്കുന്നുണ്ട്. സെന്നിന്റെ മരണം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് അവർ വ്യക്തമാക്കി. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെന്നും ജയിലിലുള്ള മരണങ്ങൾ ഒന്നൊന്നായി നടന്നിട്ടുണ്ടെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. അസുഖമെന്ന വാക്കുപയോഗിച്ച് നിലവിലെ സർക്കാർ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണെന്നാണ് ആരോപിക്കുന്നത്. ഇതൊരു മരണമല്ല, ഇത് സംസ്ഥാനം ചെയ്യുന്ന കുറ്റകൃത്യമാണെന്നാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.